ഇപ്പോൾ നമ്മൾ ഗുൽബർഗിൽ എത്തി ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിച്ചു. ഇപ്പോൾ ക്ലൈമറ്റ് ഭയങ്കര തണുപ്പല്ല, ഒരു മീഡിയം തണുപ്പിലാണ് നിൽക്കുന്നത് ടെമ്പറേച്ചർ. സോ നമുക്ക് എൻജോയ് ചെയ്യാം. ഗുൽമർഗിൽ എത്തിയത് നമ്മൾ സ്ലെഡ്ജിങ് ആണ് ആദ്യം റൈഡായിട്ട് ചൂസ് ചെയ്ത് സ്ലെഡ്ജ് ചെയ്തിട്ട് താഴോട്ട് പോവുകയാണ്. ആദ്യം 400 രൂപ 500 രൂപ ഒരാൾക്ക് പറഞ്ഞു. ഞങ്ങൾ ബാർഗൈൻ ചെയ്തിട്ട് ഒരു 250 രൂപ വരെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ലെഡ്ജിങ് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. ഞങ്ങൾ 2 പേരുണ്ട് കേട്ടോ. ഗുൽമർഗിൽ എത്തിയപ്പോൾ ഉച്ചയ്ക്ക് 12 മണിയായി. കാരണം നമ്മൾ വരുന്ന വഴിക്ക് ഡ്രങ്ക്സ് വാട്ടർഫോൾസിലൊക്കെ ഇറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ ഉച്ചയ്ക്ക് 12 മണി ടൈമാണ്. ഓവർ തണുപ്പില്ല, എന്നാൽ അത്യാവശ്യം തണുപ്പുണ്ട് താനും. സ്നോ കിട്ടാനുള്ള ചാൻസ് 50-50 എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. ഞങ്ങൾ വൈകുന്നേരം വരെ ഇവിടെ എന്തായാലും വെയിറ്റ് ചെയ്യും. ഇന്ന് ഇവിടുന്ന് നമ്മൾ സ്നോഫോൾസ് കിട്ടിയിട്ടാണ് പോകും. അപ്പോൾ അടുത്ത് നമ്മൾ സ്കീയിങ് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. ഇതിന് 800 രൂപയാണ് പറഞ്ഞിട്ട് ഇവർ ഒരാൾക്ക് വിത്തൗട്ട് ഗൈഡ് ഉണ്ടാവില്ല. നമ്മൾ സോണാമർഗിൽ നിന്ന് ഒരു വട്ടം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ എന്നാലും എനിക്ക് പേടിയുണ്ട് ഈ സംഭവം എങ്ങാനും താഴെ വീണ് പോകുമെന്നില്ല. ഞാൻ ഭയങ്കര വെയിറ്റുള്ള ആളായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. വളരെ പേടിച്ചിട്ടാണ് താഴോട്ട് മൂവ് ചെയ്തത് കേട്ടോ. പക്ഷേ താഴെ എത്തിയത് ഞാൻ തട്ടിപ്പടഞ്ഞ് താഴെ വീണു. ഇതേ കണ്ടില്ലേ. അപ്പോൾ ഇത് എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു, താഴെ വീണ്. ഇത് സ്കീയിങ് സ്പോട്ടാണ് കേട്ടോ. ഇവിടെ 3-4 പേര് നമ്മളെ ക്യാൻവാസ് ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ 3-4 പേരോട് സംസാരിച്ചിട്ട് ഒരാൾക്ക് വിത്തൗട്ട് ഗൈഡിൽ 300 രൂപ കൊടുത്തിട്ടാണ് ഡീലാക്കിയത്. കണ്ടില്ലേ, നമ്മളെ കൂടെ ഗൈഡ് ഉണ്ടാവില്ല. ഇതിപ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ജസ്റ്റ് നമ്മളൊന്ന് എങ്ങനെ പോകേണ്ടത്, എങ്ങനെ മൂവ് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചു തരാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, റൈഡുകളൊക്കെ എടുക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഫണ്ട് കൊടുക്കരുത്. റൈഡെല്ലാം കഴിഞ്ഞ് ഫുൾ റൗണ്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പേയ്മെൻറ്റ് കൊടുക്കാവൂ. അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവത്തിൽ ഭയങ്കര ചേഞ്ചസ് ഉണ്ടാവും. ഞങ്ങളിവിടെ വെച്ചിട്ട് ചെറിയ വാക്ക് തർക്കമൊക്കെ ഉണ്ടായി. ആദ്യം ഇവർ 1 മണിക്കൂർ തരാമെന്നാണ് പറഞ്ഞത്. ഒരാൾക്ക് 300 രൂപ വിത്തൗട്ട് ഗൈഡ്. പിന്നെ നമ്മൾ വീണപ്പോൾ ആൾ ഗൈഡിങ് തരാം, 100 രൂപ കൂട്ടി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. കണ്ടില്ലേ, നമ്മൾ പുറകിൽ ഷർട്ടും പിടിച്ചുകൊണ്ട് വലിച്ച് അങ്ങോട്ട് തള്ളി വിടുവാണ്. അവർ ബാർഗെയിൻ ചെയ്ത് മേടിച്ചതിൻ്റെ ഒരു ദേഷ്യം നമ്മളടുത്ത് തീർക്കുകയാണ്. കണ്ടില്ലേ. അപ്പോൾ ബാർഗെയിൻ ചെയ്തപ്പോൾ അവർ സമയം കുറച്ചു. 1 മണിക്കൂർ എന്നുള്ളത് അരമണിക്കൂറാക്കി. ഞങ്ങളത് പറ്റില്ല എന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ അങ്ങനെയല്ല സംസാരിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇതുപോലുള്ള റൈഡൊക്കെ ചൂസ് ചെയ്യുമ്പോൾ 100-150 രൂപ വരെ നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ റൈഡൊക്കെ അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂട്ടോ. ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേയിൽ ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റി. പിന്നെ നമ്മൾ ഗുൽമർഗിലൊക്കെ എത്തിയപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ പഠിച്ചു, ബാർഗെയിൻ ചെയ്യാനൊക്കെ പഠിച്ചു കാശ്മീരിൽ വന്നപ്പോൾ. ഗുൽമർഗിൽ മെയിനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ഇവിടുത്തെ ഗൊണ്ടോള കേബിൾ കാറാണ്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പാണ് കാശ്മീർ ട്രിപ്പ്. 2 ആഴ്ച മുൻപാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ ട്രെയിൻ ടിക്കറ്റൊക്കെ വെയിറ്റിംഗ് ലിസ്റ്റ് ആയതുകൊണ്ട് ക്യാൻസലായി. പിന്നെ നമ്മൾ ഓർഡിനറി ടിക്കറ്റ് എടുത്തിട്ടാണ് ഡൽഹിയിലെത്തിയത്. ഡൽഹിയിൽ നിന്ന് ജമ്മുതാവിയിലേക്കുള്ള ട്രെയിന് മാത്രമാണ് നമുക്ക് കൺഫേം ആയി കിട്ടിയത് കേട്ടോ. പിന്നെ തിരിച്ച് ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ഉള്ള ട്രെയിനും നമുക്ക് ക്യാൻസലായി. വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു, ക്യാൻസലായി. പക്ഷെ നമ്മൾ TTR കണ്ട് റിക്വസ്റ്റ് ചെയ്ത് സീറ്റൊക്കെ പിടിച്ചിട്ടാണ് തിരിച്ച് നാട്ടിലെത്തിയത്. അതിൻ്റെ എപ്പിസോഡുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ടെമ്പിളാണ്, ഒരു ഹിന്ദി മൂവി ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷനാണെന്ന് പറയുകയാണ് ഗൈഡ്. ഇവർ 2 പേരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. ചാനൽ ഗെയിം ബഡ്ജറ്റ് ട്രാവൽ കേരള. നമ്മളിപ്പോ ഒരു ഹിന്ദി മൂവി ലൊക്കേഷൻ ഗൊണ്ടോള കേബിൾ കാർ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാശ്മീർ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിന് അറ്റ്ലീസ്റ്റ് 1-2 മാസം മുൻപ് തന്നെ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുത്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. പക്ഷേ ഗുൽമർഗിൽ വരുമ്പോൾ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം കേബിൾ കാർ. Ready? Okay. Okay, sir. Legs up. 1, 2, 3. Legs up. Sit there. Okay. അവിടെ എടുക്കാം. बड़ी ये लो सर जी, क्वालिटी डुप्लीकेट नॉट ओरिजिनल कश्मीरी कहवा है. मेन इंग्रेडिएंट्स
इसमें दालचीनी इलायची जाती है और इसमें ज़ाफ़रान जाता है ഓ കൊള്ളാട്ടോ 30 രൂപയേ ഉള്ളൂ बढ़िया गुलमर्ग ഗുൽമർഗിൽ ഇതേ ഒരു കുന്നിന് മുകളിലാണ് ഗുൽമർഗ് സൂപ്പർ जी जी सर ഒന്ന് ഇടയ്ക്കൊക്കെ നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ട് ഇതുപോലെ ഇടയ്ക്ക് കാവൊക്കെ മേടിച്ച് കഴിക്കുന്നത് നല്ലതായിരിക്കും हाँ गुलमर्ग അച്ഛാ ഹേ हाँ താങ്ക് യു ഭയ്യ ഗുൽമർഗ് എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി കാഴ്ചയിൽ നോക്കിയാൽ ചുറ്റും മഞ്ഞ് വീണ് കിടക്കുകയാണ്. ചെറിയൊരു റിവർ ഇങ്ങനെ കാണാം. നമ്മൾ വഴി കൂടെ ആളുകളൊക്കെ വരുന്നുണ്ട്, അവരൊക്കെ തട്ടി മാറ്റി വീഡിയോസ് എടുക്കുകയാണ് കേട്ടോ. വീഡിയോസ് എടുക്കുന്ന ഒരു രംഗങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ ഭയങ്കര സീനറിയാണ്. സൈഡിലായിട്ടൊരു ടെമ്പിളൊക്കെ കാണാം, ഒരു മസ്ജിദ് കാണാം. അങ്ങനെ ഗുൽമർഗിൻ്റെ കാഴ്ചകളും ഒക്കെ ഞങ്ങളിങ്ങനെ അതിമനോഹരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. നാളെ നമ്മളെ കാശ്മീർ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. വൈൻഡപ്പ് ചെയ്ത് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് എന്തായാലും സ്നോഫോൾസ് കിട്ടണേ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ. दिस इज काश्मीरी कुलचा ओके बेस्ट ड्राई फ्रूट वाला। ड्राई फ्रूट अभी आप आओ कश्मीर में आओ, ड्राई फ्रूट वाला कुलचा खाओ। यहाँ का फेमस है, जो भाई लोग अभी खा रहे हैं आप भी देख सकते हो। कश्मीरी कुलचा यहाँ का फेमस ड्राई फ्रूट वाला कुलचा। ओके सर, यहाँ आओ, पहले इसका टेस्ट करो, बढ़िया रहेगा आपके लिए। बेस्ट ऑक्सीजन के लिए भी ये काम आता है सर जी। ഓക്കെ, അപ്പൊ ഞാൻ കാശ്മീരി കുൽച്ച ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് ടൈം ആണ്, എന്താ സംഭവം എന്ന് അറിയില്ല. സൂപ്പർ, अच्छा है, സൂപ്പർ, सुपर से ऊपर। വെരി നൈസ് ടേസ്റ്റ്. സ്വീറ്റ് ആണ്, മധുരമാണ്. നമ്മള് ഒരു ടെൻഡർ കൊക്കനട്ട് ഇല്ലേ, കൊക്കനട്ടിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയാട്ടോ. അത് കുറച്ച് ഫ്ലെക്സിബിൾ ആണ്, നമ്മളിങ്ങനെ പൊട്ടിച്ചെടുത്ത് കഴിക്കാം. ട്രൈ ബ്രോ. കാശ്മീരി കുൽച്ച ഒരു ഡ്രൈ ഫ്രൂട്ട് ആണ്, സ്വീറ്റ് ആണ്. സീ നമ്മൾ ലൈക്ക് ടെൻഡറിന്റെ ടേസ്റ്റ് ആണ്, ഭയങ്കര അടിപൊളിയാട്ടോ. മസ്റ്റ് ട്രൈ ആണ്. നാം ക്യാ ഹൈ? मेरा नाम इरफान है। ഇർഫാൻ. यस यस। ഓക്കെ, എക്സ്പ്ലെയിൻ. ये कश्मीरी कुलचा है, कश्मीर में मिलता है। टूरिस्ट लोग जो भी आता है ये खा लेते हैं। इसमें ऑक्सीजन का भी इंग्लिश में നോ പ്രോബ്ലം. कश्मीरी कुलचा कश्मीर में मिलता है। टूरिस्ट लोग जो भी आता है खाता है, बहुत टेस्टी होता है। और क्या आता है, ये 10 रुपए में एक मिलता है। इसमें काजू बादाम और अखरोट की गिरी भी होता है। ഓ വെരി നൈസ്, താങ്ക് യു ബ്രോ. थैंक यू। ഞാൻ ആദ്യം വിചാരിച്ച് ഞാൻ മാത്രമാണ് ഈ സ്കീയിങ് ചെയ്യുമ്പോൾ വീഴുന്നുള്ളതാണ് കേട്ടോ. പക്ഷെ മലയാളികൾ മൊത്തം ഇങ്ങനെ വീഴുകയാണല്ലോ. അത് കോഴിക്കോടുള്ളൊരു ടീമാണ്. കൊയിലാണ്ടിൽ നിന്നുള്ളൊരു 4 പേര് ഫ്രണ്ട്സായിട്ട് കാശ്മീരിലേക്ക് വന്നതാണ്. ഹായ് കണ്ടില്ലേ, അവൻ മുകളിൽ നിന്ന് താഴെ വന്ന് എന്നെ പോലെ തന്നെ വീണിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മലയാളിയാണെന്ന് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ നമ്മൾ ഇതുകൂടൊക്കെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുകയാണ് കേട്ടോ. ഫോട്ടോസ് എടുക്കുന്ന സംഭവങ്ങളാണ്, റീൽസൊക്കെ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ ഭയങ്കര മഞ്ഞാണ്, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഈ ഭാഗം. ഇവിടെ നമ്മൾ അടുത്തായിട്ടൊരു പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവനോടൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് കുറച്ച് നേരം ഇവിടെയൊക്കെ എൻജോയ് ചെയ്തു. ഇവിടെ ഭയങ്കര രസമാണ്. ഫുള്ള് റൈഡ് ചെയ്യാൻ വേണ്ടി, ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ് കേട്ടോ. അതൊക്കെ മഞ്ഞിൽ വീണ് കിടക്കുന്ന ഒരു ഡോഗ്. അങ്ങനെ ഇവിടുന്ന് കുറച്ച് മഞ്ഞൊക്കെ വാരി എറിഞ്ഞ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ് സ്നോഫോൾസ്. എന്തായാലും നമുക്ക് സ്നോഫോൾസ് കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പം നമ്മൾ താഴെ കിടക്കുന്ന മഞ്ഞൊക്കെ വാരി എറിഞ്ഞൊരു സ്നോഫോൾസിൻ്റെ റീൽസ് ക്രിയേറ്റ് ചെയ്യുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഭയങ്കര ഒരു കാഴ്ചയാണ്. ഇപ്പം അത്യാവശ്യം നല്ല വെയിലാണ് കേട്ടോ. തണുപ്പില്ല, ഓവർ തണുപ്പില്ല, ടെമ്പറേച്ചർ കുറവാണ്. ഈ ടെമ്പിളിൻ്റെ ഒരു ഏരിയയാണ് ഇത്. കണ്ടില്ലേ, ഇവിടെയൊക്കെ സമ്മർ ആയിക്കഴിഞ്ഞാൽ ഫുള്ള് ഈ സൈഡിലൊക്കെ വെള്ളം വരുന്നതാണ് പറഞ്ഞത്. ഇതിപ്പോൾ വിൻ്റർ ആയതുകൊണ്ടാണ് ഇങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുന്നത്. ഈ ഒരു വണ്ടി ഇവിടെ കുടുങ്ങി കിടക്കുകയാണ്, മുകളിലോട്ട് കയറാൻ പറ്റാണ്ട്. അപ്പോൾ അതിനെ ഉന്തി തള്ളി മുകളിലോട്ട് കയറ്റുന്നൊരു സീനാണ്. നോക്കി, ഇതൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകളാണ്, ടീ ഷോപ്പുകൾ. അതിൻ്റെ മുകളിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്ന കാഴ്ചകളാണ് കേട്ടോ. അവിടുന്ന് സൺസെറ്റ് കാണാൻ പറ്റും. വൈകുന്നേരമായി, ഇപ്പോൾ ടൈം 4 മണിയായി. നമ്മളിനി ഗൊണ്ടോള കേബിൾ കാറിൻ്റെ എൻട്രൻസിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ കേബിൾ കാർ എന്തായാലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ടിക്കറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഓഫ്ലൈൻ വഴിയൊക്കെ ട്രൈ ചെയ്തു നമ്മുടെ ഗൈഡ്, പക്ഷേ ചാൻസ് ഇല്ല. അപ്പോൾ അതേ വണ്ടി കയറുന്നില്ല, ഐസിൽ ഇങ്ങനെ ഇവിടെ സ്റ്റക്കായി കിടക്കുകയാണ്. അപ്പോൾ അതേ വണ്ടി ഇങ്ങനെ ഉന്തിത്തള്ളി മുകളിലേക്ക് കയറ്റുന്ന ആ ഒരു കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ വണ്ടി, നമ്മളെ ഗൈഡും വണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് 5:30 മണി വരെ ടൈം തന്നിട്ടുണ്ട് കേട്ടോ. ഇവർ ചിലപ്പോൾ വണ്ടിയൊക്കെ നമ്മൾ വിളിച്ച് വരുമ്പോൾ 4 മണി ഒക്കെ പോരെ, അല്ലെങ്കിൽ 2 മണിക്കൂർ പോരെ, 3 മണിക്കൂർ പോരെ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളത് പറ്റത്തില്ല, നമ്മൾക്ക് 5 മണി 6 മണി വരെ ടൈം വേണം എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ നിൽക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്നോഫോൾസൊക്കെ കണ്ട് ഇവിടുന്ന് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളതേ വണ്ടി കയറിയിട്ട് നമ്മളിപ്പോൾ ഗൊണ്ടോള കേബിൾ കാറിൻ്റെ എൻട്രൻസിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. അമിത പ്രതീക്ഷയിലാണ്. എന്തായാലും
എന്തായാലും നമുക്ക് കിട്ടില്ല. പക്ഷെ എന്തായാലും നമ്മളിവിടെ വന്ന സ്ഥിതിക്ക് ആ ഒരു ഭാഗമൊക്കെ നമുക്കൊന്ന് കവർ ചെയ്യാം. കേബിൾ കാറിൽ പോകുന്ന ആളുകളും വന്നിറങ്ങുന്ന ആളുകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണല്ലോ. ഇവിടെയൊക്കെ നോക്കിയാൽ ഫുള്ള് റിസോർട്ടുകളും ബബിൾ ഡോം സ്റ്റേ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതിമനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് കാണുന്നത്. ഒരു റിസോർട്ടാണ്. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. അതിൻ്റെ പുറകിലത്തെ ആ ഒരു മരത്തിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഗസ്റ്റുകളാണ്, ചെക്കൗട്ട് ചെയ്തിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഗുൽമർഗിൻ്റെ ഉള്ളിൽ തന്നെ, കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഇതുപോലെ ഡോം, റിസോർട്ടുകൾ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നോക്കിയേ, നമ്മളിവിടെ തന്നെ വരുമ്പോഴാണ് നമുക്കിതൊക്കെ ഇങ്ങനെ മനസ്സിലാവുള്ളൂ. ആഹാ, ഇവിടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇത് ഡോം സ്റ്റേ ഒക്കെയാണ് കേട്ടോ. ഐ ലവ് ഗുൽമാർഗ്. അങ്ങനെ നമ്മൾ ഗൊണ്ടോള കേബിൾ കാറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കാണ് കേട്ടോ അതൊക്കെ നോക്കി. നല്ല ഭംഗിയുള്ള റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലുകളുടെ ബോർഡ് വെച്ചിട്ടുണ്ട്, നമ്പറും കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്കൊക്കെ കോൺടാക്റ്റ് ചെയ്യാം. സ്നോഫോൾസ് കണ്ടിട്ടേ പോവൂ എന്ന് തീരുമാനിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ 1-2 ദിവസമൊക്കെ ഗുൽമർഗിൽ തന്നെ സ്റ്റേ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്നോഫോൾസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ എത്തി. എൻട്രൻസ് ഒന്നും കാണാൻ പറ്റുന്നില്ല, ഫുള്ള് മഞ്ഞ് വീണ് കിടക്കുകയാണ്. ആ റിവറൊക്കെ ആണ്, ഇതൊരു റിവറാണ്, റിവറൊക്കെ മൂടി കിടക്കുകയാണ്. ഇവിടെ ഭയങ്കര തിരക്കാട്ടോ. ഗൊണ്ടോള കേബിൾ കാർ കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന ആളുകളാണ്. ഇപ്പോഴും ഇത് ക്ലോസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ സമയം 5:30 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് ക്യൂ ആണ്. അതാണ് പറയുന്നത്, ഈ ഗൊണ്ടോള നിങ്ങൾ നേരത്തെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുക. ഇവിടെ വന്നിട്ട് ടിക്കറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷയിൽ ആരും വരരുത്. ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തു, കിട്ടിയില്ല കേട്ടോ. ऑटो पार्किंग है। ഇവിടുത്തെ ഒരു തിരക്ക് കണ്ടില്ലേ. നമ്മളിവിടെ ലാസ്റ്റ് ടൈമിലാണ് വരുന്നത്. ഒരു 5 o'clock ഒക്കെ ആകുമ്പോഴാണ് നമ്മളിതിൻ്റെ എൻട്രൻസിൽ വരുന്നത്. ഇതൊക്കെ റിസോർട്ടുകളാണ് കേട്ടോ. ഒരുപാട് 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലുകൾ, ലോ ബഡ്ജറ്റിലുള്ള ഹോട്ടലുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. നമുക്ക് ഗൊണ്ടോള എന്തായാലും കയറാൻ പറ്റില്ല എന്നറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഇങ്ങോട്ട് വരാഞ്ഞത്. പക്ഷേ കേബിൾ കാർ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര രസം കേട്ടോ, അടിപൊളിയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. കുഴപ്പമില്ല, നമ്മൾ അടുത്തൊരു കാശ്മീർ ട്രിപ്പിൽ എന്തായാലും കേബിൾ കാർ നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെയും ഈ ഭാഗത്തും കുറേ റൈഡുകൾ നടക്കുന്നുണ്ട്. ഇവിടെ ATV റൈഡ്, അതുപോലെ സ്കീയിങ്, സ്ലെഡ്ജിങ് എല്ലാം ഇതിനകത്തും നടക്കുന്നുണ്ട്. ഈ റിസോർട്ടുകളിൽ വരുന്ന ആളുകളൊക്കെ റൈഡ് ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ എൻട്രൻസിൻ്റെ അവിടെ വന്ന് ആദ്യം നമ്മൾ വിചാരിച്ചത് നമുക്ക് കേബിൾ കാർ ടിക്കറ്റ് ഇല്ലാത്ത ആളുകൾക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് റിസ്ക് ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മളെ ഡ്രൈവർ നമുക്കിത് സെറ്റാക്കി തന്നു കേട്ടോ. അത് ഗേറ്റൊക്കെ ഫുൾ ടൈം ഓപ്പൺ ആണ്. ടിക്കറ്റ് എടുക്കാത്ത ആളുകൾക്കും ജസ്റ്റ് ഇത് ഈ ഒരു ഭാഗത്തോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കാണാം കേട്ടോ. കേബിൾ കാർ ഇങ്ങനെ വന്ന് ഇറങ്ങുന്നതും പോകുന്നതും ഒക്കെ കാണാൻ പറ്റും. കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ കേബിൾ കാറിൻ്റെ ആ ടിക്കറ്റ് പോയിൻറ്റിൻ്റെ ഭാഗത്താണ്. ഇത് കേബിൾ കാർ ഇത് താഴോട്ട് വരുന്നുണ്ട്, മുകളിലോട്ട് പോകുന്നുണ്ട്. ഇവിടെ 2 ഫേസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരെണ്ണത്തിന് 750 രൂപയോ അങ്ങനെ എന്തോണ് ചാർജ് വരുന്നത് കേട്ടോ ഒരാൾക്ക്. സെക്കൻഡ് വൺ റേറ്റ് ഇച്ചിരി കൂടുന്നാണ് പറഞ്ഞത്. 2000 or 2500 സംതിങ് എന്തോ റേറ്റ് വരും. അപ്പോൾ നിങ്ങൾ പാക്കേജൊക്കെ ചൂസ് ചെയ്യുന്ന ആളുകൾ ഡയറക്റ്റ് അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ ബുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. കണ്ടില്ലേ, കേബിൾ കാറൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് തണുത്ത് വിറച്ച് വരികയാണ് അവർ. കണ്ടോ, അപ്പോൾ ഇതിങ്ങനെ കുറേ നേരം ഇവിടെ നിന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടു. ഇതൊക്കെ നമുക്ക് കാണാം കേട്ടോ. കാണുന്നതിന് വേറെ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഒന്നുമില്ല നമുക്ക്. പക്ഷേ കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു. ഞങ്ങൾ റിട്ടേൺ പോകുന്ന വഴിക്കാണ് ഇവിടെ എത്തിയത്. നമുക്കിനി ഗൈഡാണെങ്കിൽ 20 മിനിറ്റ് ടൈമാണ് തന്നിട്ടുള്ളത്. ഗൈഡിനെ നമ്മളിങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞിങ്ങനെ നിർത്തുവാണ്. 20 മിനിറ്റ് കൊണ്ട് വണ്ടിയിലെത്തണം. പക്ഷേ ഗൈഡ് എൻ്റെ കൂടെ തന്നെ ഉണ്ട്, എൻ്റെ തൊട്ട് പുറകിലുണ്ട്. അപ്പോൾ അതൊരു വിധത്തിൽ നമ്മളിങ്ങനെ സോപ്പിട്ട് നിർത്തിയിരിക്കുകയാണ്. ഞാനേതാ മോനെ. അപ്പോൾ ദേ നമ്മളങ്ങനെ കേബിൾ കാറിൽ വന്നിറങ്ങുന്ന കാഴ്ച കണ്ട് നിൽക്കുക എന്നല്ലാണ്ട് വേറൊരു നിവൃത്തിയില്ലല്ലോ. കുഴപ്പമില്ലെന്നേ, നമ്മൾ എന്തായാലും കാശ്മീരിൽ ഒരു വട്ടം കൂടെ വരും. ആ സമയത്ത് നമ്മൾ ഈ കേബിൾ കാറൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യും. വാവ്, നോക്കിയേ എന്ത് രസമല്ലേ പോകുന്നത് കാണാനായിട്ട്. അപ്പോൾ അതിനകത്താണെങ്കിലോ നമ്മളിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ. അപ്പോൾ നമ്മൾ ആ കേബിൾ കാറിനകത്തും കൂടെ ആണെന്നുണ്ടെങ്കിൽ വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, ഏറ്റവും ഹയസ്റ്റ്, ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള കേബിൾ കാറാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ കാശ്മീരിൽ വരുമ്പോൾ ആരും മിസ് ചെയ്യരുത്. നമുക്കിതിങ്ങനെ താഴെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഭയങ്കര
ഭയങ്കര ത്രില്ലിംഗ് ആണ്, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ കുഴപ്പമില്ല, പോട്ടെ, നമുക്ക് എന്തായാലും ഇങ്ങനെ കണ്ട് ആസ്വദിക്കാം. ഇവിടെയൊക്കെ നോക്കിയാൽ ഫുള്ള് ഇങ്ങനെ പ്യുവർ വൈറ്റിൽ മഞ്ഞ് വീണ് കിടക്കുന്നത് നോക്കിയേ. ഈ ഒരു ഭാഗത്തേക്കൊന്നും സമ്മതിക്കത്തില്ല കേട്ടോ വരാനായിട്ട്. നമ്മളിപ്പോൾ താഴെ നിന്നിട്ട് മുകളിലത്തെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ ഗുൽമർഗിൽ ശരിക്കും ഒരു 1 ഡേ ട്രിപ്പാണ്. നമ്മൾ 2 സ്ഥലങ്ങൾ കണ്ടു, ഡ്രങ്ക് വാട്ടർഫാൾസും ഗുൽമർഗിൽ ഈ കാണുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളും. പിന്നെ ഇവിടുന്നാണ് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചത്. അപ്പോൾ ഇവിടെ ഒരുപാട് വേറെയും 1-2 മസ്ജിദും ഒരു ടെമ്പിളും ഒരു ഹിന്ദി മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷനും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാശ്മീരിൽ വരുമ്പോൾ നമ്മൾ എന്തായാലും ഒരു 1-2 മാസം മുൻപ് തന്നെ ഈ ഗൊണ്ടോള കേബിൾ കാർ നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നതായിരിക്കും. ഇതൊരിക്കലും മിസ് ചെയ്യില്ല എന്ന് ഇപ്പോൾ തന്നെ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെ കുറേ നേരം ഇതിങ്ങനെ നോക്കി നിന്നു, എത്ര കണ്ടാലും മതി വരില്ല കേട്ടോ. നമുക്ക് ആ സങ്കടമുണ്ട്, സ്നോഫോൾസും കിട്ടിയില്ല. അങ്ങനെ സ്നോഫോൾസും പോയി, കേബിൾ കാർ പോയി, വളരെ നിരാശാജനകമായി ഞങ്ങളിത് ഗുൽമർഗിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോവുകയാണ്. കുഴപ്പമില്ല, ഇതൊക്കെ സ്വാഭാവികമാണ്, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ സ്നോഫോൾ കിട്ടുമല്ലോ. പക്ഷെ എന്നാലും വളരെ എൻജോയ് ചെയ്തു കാശ്മീർ ട്രിപ്പ്. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഗൈഡും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവായി. സ്റ്റേ ആയാലും നമ്മുടെ ഫുഡിൻ്റെ കാര്യത്തിലായാലും ഒക്കെ അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കാശ്മീർ ട്രിപ്പുകളൊക്കെ അതിമനോഹരമാക്കാനായിട്ട് ലാസ്റ്റ് വീൽ ഹോളിഡേയ്സ് എന്ന ടീംസിൻ്റെ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ താഴെയായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുക. അതുപോലെ നമ്മുടെ കാശ്മീർ ട്രിപ്പിൻ്റെ എല്ലാ എപ്പിസോഡും എല്ലാവരും കാണണം. നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, ഫീഡ്ബാക്ക് അറിയിക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻസുകളൊക്കെ ഇങ്ങനെ പോരട്ടെ. അപ്പോൾ നമ്മളിനി അടുത്ത ദിവസം ദൂത് പത്രിയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. നാളെ കാശ്മീരിലെ ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ ഫെബ്രുവരി 2-ാം തീയതിയാണ് നമ്മൾ കാശ്മീരിൽ എത്തുന്നത്. ശ്രീനഗറിൽ നമ്മൾ തിരിച്ചു പോകുന്നത് 9-ാം തീയതിയാണ്. അപ്പോൾ അത്രയും ലോങ് ടൈം ആയിട്ടുള്ളൊരു കാശ്മീർ ട്രിപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ സ്ഥലങ്ങളൊക്കെ റിലാക്സ് ചെയ്ത് കാണാനും പറ്റി എന്നുള്ളതാണ് ഏറ്റവും ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ്. അപ്പോൾ ഗുൽമർഗിൻ്റെ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്ത്, നിങ്ങൾ കാശ്മീരിലേക്ക് ട്രാവൽ ചെയ്യാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഏത് മാസത്തിലാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. Mustafa. Kız. അങ്ങനെ നമ്മൾ നമ്മുടെ യൂണിയൻ ടാക്സിയിൽ ഗുൽമർഗിൽ നിന്ന് നേരെ തങ്കുമർഗിലേക്ക് പോവുകയാണ്. 3000 രൂപയാണ് ചാർജ് വരുന്നത് കേട്ടോ ഈ ഒരു യൂണിയൻ ടാക്സിക്ക്. ചെയിനിട്ട വണ്ടികൾ മാത്രമേ ഈ ഭാഗത്തേക്ക് കടത്തി വിടൂ. നമ്മളെ പ്രൈവറ്റ് ടാക്സി ഇങ്ങോട്ട് അലൗഡ് അല്ല. ബാർഗെയിൻ ചെയ്തിട്ടും കാര്യമില്ല, 3000 രൂപ തന്നെ കൊടുക്കേണ്ടി വരും. നമ്മൾ കുറേ ബാർഗെയിൻ ചെയ്ത് നോക്കിയതാണ്, നടന്നില്ല. അപ്പോൾ നമ്മുടെ ഫൈസീബായി തങ്കുമർഗിൽ വെയിറ്റ് ചെയ്യാണ്. തങ്കുമർഗിൽ നമ്മളെ പുള്ളി പിക്ക് ചെയ്തിട്ട് അങ്ങനെ നേരെ ശ്രീനഗറിൽ നമ്മുടെ ദാൽ ലേക്കിനോട് ചേർന്നിട്ടുള്ള നമ്മുടെ റൂമിൽ അവിടെ ഡ്രോപ്പ് ചെയ്യും. ഏകദേശം ഒരു 7 മണി 7:30 ആകുമ്പോഴേ നമ്മളവിടെ എത്തുള്ളൂ. ഇവിടുന്ന് ഒരു 1.25 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. അങ്ങനെ ഗുൽമർഗിലെ കാഴ്ചകളൊക്കെ കണ്ട്, കാശ്മീരിലെ ഫുൾ കാഴ്ചകൾ കണ്ട് കിളി പോയി കിടക്കുകയാണ്. എന്തായാലും മനോഹരമായിരുന്നു ഇത്രയും ദിവസം. കാശ്മീരിലെ ദൂത് പത്രിയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ, ടേക്ക് കെയർ.